ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പം റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരാൻ വന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിനായിട്ട് നമ്മളൊരു 5 മണിക്കൂർ സോക്ക് ചെയ്ത ബസ്മതി റൈസ് ആണിത്. ഒരു 250 ഗ്രാം ബസ്മതി റൈസ് ഞാൻ ഒരു 5 മണിക്കൂർ മുമ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഒരു 250 ml കോക്കനട്ട് മിൽക്കാണ്. നമുക്ക് പശുവും പാല് വേണമെങ്കിൽ ഉപയോഗിക്കാം, കോക്കനട്ട് മിൽക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കോക്കനട്ട് മിൽക്കാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാൻ കോക്കനട്ട് മിൽക്കാണ് അത് എടുത്തേക്കുന്നത്. അതേപോലെ നമുക്കൊരു രണ്ടാം പാല് പോലെ കുറച്ച് വെള്ളം കൂട്ടി നമുക്കൊരു 250 ml വേറെ സെപ്പറേറ്റ് എടുക്കണം. അത് നമുക്ക് അടിക്കുന്ന സമയത്ത് ഒന്ന് ലൂസൺ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു 200 ഗ്രാം വൈറ്റ് ഷുഗർ നമുക്ക് വേണം. ബ്രൗൺ ഷുഗർ എടുക്കരുത്. ബ്രൗൺ ഷുഗർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിണ്ണത്തപ്പത്തിൻ്റെ കളർ മാറിപ്പോവും. അപ്പോൾ നമുക്ക് വൈറ്റ് ഷുഗർ 200 ഗ്രാം എടുക്കാം. പിന്നെ ഒരു മുട്ട, ഒരു കോഴിമുട്ട നമുക്ക് ഉപയോഗിക്കണം. പിന്നെ കുറച്ച് ഗാർണിഷിനായിട്ട് കുറച്ച് കിസ്മിസും കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു 6 ഏലക്കായും കൂടി നമുക്ക് അതിനോട് പൊടിച്ച് ചേർക്കാനുണ്ട്. അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ജീരകം താല്പര്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ചില ആൾക്കാർ ജീരകം ഇഷ്ടമുള്ളവർ ചേർക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ജീരകം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജീരകം കൂടി ആഡ് ചെയ്തിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ആദ്യം തന്നെ അരി ഒരു പൊടിക്കൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, എളുപ്പത്തിന് അരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ മുട്ട അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നമ്മളൊന്ന് അടിക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് അരച്ചെടുത്താണ്. ഇനി പഞ്ചസാര. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച ഒന്നാം പാലും കൂടി അതിൻ്റെ കൂടെ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് മിൽക്ക് എടുത്തത് ക്യാൻഡാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ലംസ് ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് അടിച്ച് കഴിയുമ്പോൾ അത് സോഫ്റ്റായി കിട്ടിക്കോളും. നമുക്ക് ആ ഏലക്ക തൊണ്ട് പൊളിച്ചൊന്നും ഇടാട്ടോ. ഇതെല്ലാം ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. എന്നാൽ മാത്രമേ അത് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ആ അരിച്ച് തീർന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ അടിച്ചു വെച്ചത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൂസ് ആയിട്ടുള്ള മിൽക്ക് കൂടി നമ്മൾ ഇതിനൂടെ ആഡ് ചെയ്യാണ്. ഞാനൊരു 250 ml നമ്മൾ രണ്ടാം പാലും കൂടി അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ കേട്ടോ. ഇതുപോലെ നമ്മൾ കുക്ക് ചെയ്യാനുള്ള നമ്മുടെ പാത്രത്തിൽ ഒരല്പം നെയ്യോ വെളിച്ചെണ്ണയോ നമുക്കൊന്ന് തേച്ചിട്ട് ഇതിനകത്തേക്ക് ഒരു 1/2 ഇഞ്ച് കണത്തിൽ നമുക്ക് കോരി ഒഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കാഷ്നട്ടും മുന്തിരിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഇട്ടാൽ മതി. കൂടുതൽ കട്ടിക്ക് ഇടണ്ട. നമുക്കൊരു ജസ്റ്റ് ഒന്ന് കടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓരോ പീസിലും ഒരു 2-3 എണ്ണം വരത്തക്ക വിധത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അതിൻ്റെ മേളിലൊരു തുണി ഇട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്ക് ആവിയുടെ വെള്ളമൊന്നും ചാടാതെ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറു തീയിൽ തന്നെ ഒരു 1/2 മണിക്കൂർ നമ്മൾ വേവിച്ചെടുക്കണം. നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഇടരുത്, അത് കട്ടി ആയിപ്പോവും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ചെറിയ തീ ഇട്ടിട്ട് നമുക്കൊരു മീഡിയത്തിന് താഴെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ അത് 1/2 മണിക്കൂർ അത് വേവിച്ചിട്ട് ഒന്ന് എടുത്ത് ഒന്ന് തണുത്ത വെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ മുറിക്കാൻ പോകുന്നത്. നമ്മൾ ആ ചൂടോടെ തന്നെ മുറിച്ചാൽ ചിലപ്പോൾ അത് വിട്ടുപോകും. അപ്പോൾ ഒന്ന് തണുപ്പിച്ചിട്ടാണ് നമ്മളത് മുറിക്കാൻ പോകുന്നത്. നമുക്ക് പാത്രത്തിൽ വെച്ച് തന്നെ മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക്
വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.